നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പുതിയ ഡോർസ് ഓപ്പൺ ആവും, പോസിബിലിറ്റീസ് ഓപ്പൺ ആവും ഈ ആക്സിസ് ബാറിലാണ്. മാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും അത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ കഴിയും? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1000 rupees കിട്ടി. പക്ഷേ നമ്മൾ ആ 1000 rupees മൈൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 1 കോടി രൂപയാണോ, ഈ 1 കോടി രൂപ കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ക്വിക്ക് റിസൾട്ട് വേണമെന്നും ചിന്തിക്കുന്നവർക്കുള്ള നല്ല ആക്സിസ് ബാർ. ആക്സിസ് ബാർ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഈ ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റിംഗ് കൂടെ ഒരുമിച്ച് വരുന്നത്? ഏത് ഏരിയസ് ഇപ്പോൾ സ്ട്രെസ് ആണ്, ഫിനാൻഷ്യലി സ്ട്രഗിൾ ആണ്, അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ കുട്ടികളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ആക്സിസ് ബാർ യൂസ്ഫുൾ ആണ്. ഒരു 1000 rupees നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1000 rupees കിട്ടി. പക്ഷേ നമ്മൾ ആ 1000 rupees മൈൻഡ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 1 കോടി രൂപയാണോ, ഈ 1 കോടി രൂപ കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരിക്കലും കൂടുതൽ കാര്യങ്ങൾ കിട്ടില്ല. പക്ഷേ 1000 rupees നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിൽ അതൊരു ചേഞ്ച് ആണെന്ന് ബിലീവ് ചെയ്തുകൊണ്ട് ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് എനി ബെറ്റർ ദാൻ ദിസ്. ഓക്കെ, ആ ഒരു രീതി നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിലായിരിക്കും നമുക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. ഇത് മജോറിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ലീസ്റ്റ് കേസ് ഓഫ് പീപ്പിളിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 25 days 30 days ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാം, വാഴ. ഓക്കെ, ഇപ്പം വാഴ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വാഴ എന്താ ഇങ്ങനെ ഒരു വാഴ നട്ടു അല്ലേ, വിത്തിട്ടു, അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് വാഴകൾ ഇങ്ങനെ വരും അല്ലേ, വരും, അതിന് കൊലയും വരും. പക്ഷേ അത് കൃത്യമായിട്ട് ആ വിത്ത് പിരിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഇവിടെ പോകും അല്ലേ. പക്ഷെ ഇത് വിത്ത് പിരിച്ച് മാറ്റി വെച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഒരുപാട് വേറെ ഡിഫറെൻറ്റ് കൊലകൾ നമുക്ക് കിട്ടും അല്ലേ. അതൊന്നും ഇതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്. ചിലർക്കും പല റിസൾട്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എനിക്ക് സ്ലോ ആയിട്ടാണ് എനിക്കൊരു ചേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ഹസ്ബൻഡിന് ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഒരു ചേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇത് വേരി ചെയ്തിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തർ ന്യൂറൽ പാത്തേഴ്സിനെ വേരി ചെയ്തിരിക്കും. എല്ലാവരും ചേഞ്ചസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാവർക്കും ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ചേഞ്ചസ് വരണമെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് 25 ദിവസം കൺസിസ്റ്റൻറ്റ് ചെയ്യുമ്പോൾ വരും, ഒരു 30 ദിവസം കൊണ്ട് വരും, 60 ദിവസം കൊണ്ട് വരും, അങ്ങനെ വരും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു 30 ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് 1 കോടി രൂപ ടക്കേന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് വീഴുന്നൊന്നും ചിന്തിക്കരുത്. ഓക്കെ, അങ്ങനെ ഒന്നും ചിന്തിക്കുന്നവർക്കുള്ള അല്ല ആക്സിസ് ബാർ. ഓക്കെ, ഇതൊരു ക്വിക്ക് റിസൾട്ട് വേണമെന്നും ചിന്തിക്കുന്നവർക്കുള്ള അല്ല ആക്സിസ് ബാർ. ആക്സിസ് ബാർ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഏരിയ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സിൻസിയറായിട്ട് ഏരിയനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ആക്സിസ് ബാർ. ഓക്കെ, ഈ ആക്സിസ് ബാർ പോലെ തന്നെ മാം ഫേസ് ലിഫ്റ്റിംഗ് പ്രാക്ടീഷണർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റിംഗ് കൂടെ ഒരുമിച്ച് വരുന്നത്? അതായത് ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും എൻ്റർലി ഡിഫറെൻ്റ് വെച്ചാൽ എല്ലാ ആക്സിസ് ഫാമിലി തന്നെ, പക്ഷേ രണ്ട് രീതി. അത് ആക്സിസ് ബാറും നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏരിയാസിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുവാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് പേര് പോലെ തന്നെ നമ്മൾ ഫേസിന് ലിഫ്റ്റ് ചെയ്യാനും റിജുവിനേറ്റ് ചെയ്യാനും നമ്മുടെ സാഗിങ്സ് എന്തെങ്കിലും അതിനൊക്കെ റെഡ്യൂസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിലുപരി നമുക്ക് ജഡ്ജ്മെൻ്റ് ഒക്കെ അതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അത്രത്തോളം ജീവിതത്തിൽ വരാൻ കഴിയുമോ? ആക്സിസ് ബാർ അതായത് ഈ 2 എനർജിയും കൂടെ ഒരാൾക്ക് ഇപ്പം താങ്കൾ പുതിയതായിട്ട് റിസീവ് ചെയ്യുന്ന വ്യക്തിയാണ്, ഈ 2 എനർജി കൂടെ ഒരുമിച്ച് റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, 2 രീതികളും. ഈ ഫേസ് ലിഫ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇപ്പം താങ്കൾ സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, കാണാൻ സുന്ദരിയായിരിക്കണം, സുന്ദരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും എന്നുള്ള കാര്യം അല്ലേ. അപ്പം ഈ ഒരു ഏജ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന നമ്മുടെ സാഗിങ് വരും. അപ്പോൾ പൊത്തിട്ട് ബോട്ടക്സ് പോലുള്ള ഇഷ്ടമുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു 20 ടൈംസ് 20 പ്രാവശ്യം ഈ ഫേസ് ലിഫ്റ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം നമുക്ക് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. നമ്മുടെ സാഗിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ആയുർവേദത്തിലൊക്കെ പറയുന്ന കായകൽപ്പം അതിന്റെ മറ്റൊരു മോഡ് ഓഫ് ആണോ? ഇല്ല, കായകൽപ്പം എന്ന് പറയുന്ന അതൊരു പ്രോഡക്റ്റ് അല്ലേ, അതൊരു കോസ്മിക് പ്രോഡക്റ്റ്. അത് നമ്മൾ അപ്ലൈ അതൊരു അപ്ലൈ ആണ്. ഇതൊന്നുമല്ല, ഇറ്റ്സ് എനർജി. ഒരു എനർജി ഫ്ലോയിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ യുവത്വം നിലനിർത്താൻ പറ്റുന്നുള്ളതാണ്. എക്സാക്ട്ലി. ഓക്കെ, അതിപ്പോൾ നമുക്ക് ഏജ് നമുക്ക് അത് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് വരും. നമുക്ക് പണ്ടത്തെ കാലം കുറച്ചുകൂടി മാറ്റം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അതുപോലെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫേസ് വരുന്ന ഏജിങ് വരുമ്പോൾ, അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ നമുക്ക് ഈ പെയിൻസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ലിഫ്റ്റ് കൊണ്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം?
ഇത് രണ്ടും കോൺസെൻട്രേറ്റ് കാരണം ആക്സിസ് ബാർ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സിറ്റുവേഷനോട് ഞാൻ പഠിച്ചെടുത്ത കാര്യമാണ് ആക്സിസ് ബാർ എന്ന് പറയുന്നത്. അത് ഇതിപ്പോൾ അതിന് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് കേട്ടിരുന്നു, ഫേസ് ലിഫ്റ്റും പഠിക്കണം തോന്നി, പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഓക്കെ ഇത് എനിക്ക് തന്നെ ആക്സിസ് ബാർ നമുക്ക് എന്താ പറയുക തന്നെയും ചെയ്യാൻ പറ്റും, പക്ഷെ വേറൊരാൾ ചെയ്ത് തരുമ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആണ്. അപ്പം നമുക്ക് എന്താ പറയുക ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പഠിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവ് ചെയ്യുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഫേസ് ലിഫ്റ്റിൽ നമ്മൾ വൺസ് യുവർ എനർജി റിസീവ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഫേസ് ലിഫ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ എനർജി സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എനിക്ക് തന്നെ അത് ഹീൽ ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് ഹീലിംഗ് അല്ലല്ലോ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ പെയിന് റിലീഫ് ചെയ്യുക എന്നുള്ള കാര്യമാണല്ലോ ശരിക്കും പറഞ്ഞ ഇതിൽ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക നമ്മളിൽ ആ ഒരു എനർജി ഉണ്ടായിരിക്കും. ഫേസ് ലിഫ്റ്റ് വൺസ് റിസീവ് ചെയ്താൽ ആ ഒരു എനർജി നമ്മളിൽ ഉണ്ടായിരിക്കും, നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ആക്സിസ് ബാർ ആണോ ഫേസ് ലിഫ്റ്റ് ആണോ കുറച്ചുകൂടെ, അതായത് ചെയ്തതിൽ കുറച്ചുകൂടെ ഒരു സംതൃപ്തി ലഭിക്കുന്നത്? രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ആക്സിസ് ബാറിലേക്ക് വരുമ്പോഴത്തേനും എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് മാറും. ഇപ്പം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസിൽ മാറ്റങ്ങൾ വരികയും നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറുകയും ചെയ്യും ആക്സിസ് ബാറിൽ. അപ്പോൾ അത് മാറുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജിയാണ്. ഇപ്പം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ സൗന്ദര്യം കൂടെ എന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സന്തോഷമാണ്. ഓക്കെ, അത് രണ്ട് ടൈപ്പ് ഓഫ്, അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കാനൊരു ടെക്നിക്കാണ്. അതായത് ഇപ്പൊ ഞാൻ പ്രായമായി വരികയാണ്, എൻ്റെ മുഖത്തുള്ള ഈ ബാക്കി എന്താണ് ചുളിവുകളും തൊലിയിലെ ചുളിവുകളും ബാക്കി കാര്യങ്ങളും എല്ലാം അത് ഞാൻ തന്നെ അത് ഒരു എനർജി പാസ് ചെയ്ത് അത് മാറ്റിയെടുക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ഇതെനിക്ക് മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഉറപ്പായിട്ടും. അതായത് ഫേസ് ലിഫ്റ്റ്, അതായത് താങ്കൾ മനസ്സിൽ ഫേസ് ലിഫ്റ്റ് എനർജി റിസീവ് ചെയ്യുമ്പോഴത്തേനും, അതായത് ആ ഒരു പ്രോസസ് മിനിമം 20 minutes എങ്കിലും വേണം. അങ്ങനെ താങ്കൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ താങ്കൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും ആ എനർജി ഫ്ലോ. മാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും അത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ഉറപ്പായിട്ടും കാണിച്ചു തരാം. എങ്ങനെയാണോ അതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് പ്രൊസീജിയേഴ്സാണ്. നമ്മൾ ആക്സിസ് ബാർ നമ്മളുടെ ഹെഡിലാണ്, നമുക്ക് ഹെഡിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പോയിന്റ്സിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, പവർ ബാൻഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എനർജി പൂൾ കൊടുക്കും. പിന്നെ നമുക്ക് ഇംപ്ലാന്റ് കണ്ടോ, ഇങ്ങനെ കുറേ ഏരിയാസിലായിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മണി, ക്രിയേറ്റിവിറ്റി, അതുപോലെ കൺട്രോൾ ബാർഡ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ കുറേ ജെൻറ്റിൽ ടച്ചോട് കൂടിയായിരിക്കും നമ്മൾ ആക്സിസ് ബാർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ടച്ച് ചെയ്ത സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സും പറയും കേട്ടോ. ഇപ്പോൾ മണി ബാർസ്, ക്രിയേറ്റിവിറ്റി കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോഴത്തേന് നമ്മുടെ ബാർഡ്സ് റൺ ചെയ്യും, നമ്മുടെ വിരൽത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ലൈക്ക് നമ്മൾ റേഡിയൽ പൾസ് ഫീൽ ചെയ്യത്തില്ലേ, ആ രീതിയിൽ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കി ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പറയുന്നില്ലേ പോലും വിരൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെ ഒരു പൾസ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഫേസ് ലിഫ്റ്റിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ ഇനിഷ്യലി കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. അതിലുപരി നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരെ പോകുന്ന ഫേസിലേക്കാണ്. അതായത് നമ്മൾ ഇതുണ്ടോ ഇങ്ങനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതുപോലെ ഇവിടെ മനസ്സിലായോ, അങ്ങനെ നമ്മുടെ ഫേസിലും അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഏരിയാസ് പെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ലൈറ്റ് ലിഫ്റ്റ് കേട്ടോ, ലിഫ്റ്റ് പേര് പറഞ്ഞാൽ ലൈറ്റ് ലിഫ്റ്റ് കൊടുത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുക. ഇതാണ് ആക്സിസ് ബാറും ഫേസ് ലിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറൻസ്. അപ്പോൾ എങ്ങനെയുണ്ട് താങ്കളുടെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നത്? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്തപ്പോൾ തന്നെ എന്തായിരുന്നു താങ്കളുടെ ഒരു ഫീൽ എന്തായിരുന്നു? ചെറിയൊരു റിഫ്രഷ്മെൻറ്റ്. ഓക്കെ, സോ ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കറക്റ്റായിട്ട് എനർജി ഫ്ലോ കൊടുത്താണ് ഒരു 40 minutes ഉള്ള പ്രൊസീജിയറാണ് ആക്സിസ് ബാർ എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പ് ഇനിഷ്യലി കുറച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ രീതിയിൽ കറക്റ്റായിട്ട് എനർജി ഫ്ലോ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു എന്താ പറയുക റിലാക്സ് നമ്മൾ ഉറങ്ങും, നല്ല റിഫ്രഷ്മെൻ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ആക്സിസ് ബാർ പഠിക്കേണ്ടത് ആരൊക്കെയാണ്?
ശരിക്കും ആക്സസ് ബാർ പഠിച്ചെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലര് പറയും ഈ ചില കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അതിനൊരു നിയോഗം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തും. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്സസ് ബാറിലുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ പറയാം, ഞാൻ കുറേ നാൾ ഇത് കുറച്ച് 3-4 പ്രാവശ്യം റിസീവ് ചെയ്തിട്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും പോയില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എന്താ പറയുക നമ്മൾ പഠിച്ചെടുക്കുന്നത്. ക്ലിയറായി. സോ ഇത് ആരൊക്കെ പഠിച്ചെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് മുമ്പോട്ടുള്ള ആർക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ 4 വയസ്സ് പിള്ളേരൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത്ര ഇംഗ്ലീഷിലായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സ്. അന്നൊരു 4 വയസ്സോ 3 വയസ്സുള്ള കൊച്ചിന് അത് കാണാപ്പടം പഠിക്കാത്തത്തോളം ഈസിയാണ്. നമ്മുടെ നാട്ടിനനുസരിച്ചത്തോളം ഈസിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ പഠിക്കുന്ന പിള്ളേരും കാണുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിക്കാനാണെങ്കിലും കൂട്ടി വായിക്കാനൊക്കെ അറിയണമല്ലോ. ഓക്കെ, സൗണ്ട് ഒരു 5 വയസ്സ് വായിക്കാൻ പറ്റും. 5-6 വയസ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും, ചെയ്യാനും പറ്റും. ഇനി ആരൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാലും ഞാൻ പറയുവാണ്, സോ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ, കാരണം നമ്മൾ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ ലൈഫ് സ്ട്രെസ്ഫുൾ ആയിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് പോയിട്ട് ഒരു ഇതുമില്ല. ഹാപ്പിനെസ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ. ഓക്കെ, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആക്സസ് ബാർ നിങ്ങൾക്കൊള്ളാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ലൈഫ് തീർന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇനി ഒരു വഴിയില്ല, മുമ്പോട്ടൊന്നും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ആക്സസ് ബാർ നിങ്ങൾക്കുള്ളതാണ്. ഇനി നമ്മുടെ വീട്ടിലെ കുട്ടികൾ ലൈക്ക് എന്താ പറയുക, കൊച്ചുകുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയുണ്ട്. അവരൊക്കെ ശരി ഹൈപ്പർ ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ അത്ര ചെയ്ത കാര്യമൊന്നുമല്ല. സോ അവർക്ക് എന്താ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർ കോൺസെൻട്രേഷൻ ഒക്കെ വേണമെങ്കിൽ ആക്സസ് ബാർ നമുക്ക് അമ്മമാർക്ക് പഠിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി സ്കൂളിലെ കുട്ടികൾ, ഇപ്പം ഏറ്റവും വലിയ പ്രോബ്ലം വെച്ച കുട്ടികൾക്ക് നോ പറയാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോ പറയാൻ പറ്റാത്തൊരു കാരണം അറിയില്ല. സോ അതിനുള്ള അതൊരു എബിലിറ്റിയാണ്, നോ പറയാനുള്ള എബിലിറ്റി. ഓക്കെ, ആ ഒരു നോ പറയാനുള്ള എബിലിറ്റി, അതായത് കുട്ടികളിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആവുന്ന കുട്ടികൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏരിയയിൽ അതെന്താ അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, പേരൻസിൻ്റെ അടുത്തൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും നോ പറയാം. ഓക്കെ, ഫ്രണ്ട്സ് സർക്കിളിൻ്റെ അടുത്ത് നോ പറയാൻ പറ്റില്ല. സോ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്സസ് ബാർ പഠിച്ചെടുത്ത് ഇപ്പം നമ്മുടെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഓരോ സ്റ്റേജസിലും ഓരോ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷനാണ്. അപ്പോൾ ഓരോ ഏരിയാസിലും അപ്പം ഞാൻ നമ്മുടെ ലൈഫിൽ അൾട്ടിമേറ്റ് പർപ്പസ് ഹാപ്പിനെസ് ആണെന്ന് ലേറ്റ് 30 മനസ്സിലാക്കിയെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ പഠനത്തിനാണ് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഏതെങ്കിലും ഏരിയാസിലൂടെ അവർ സ്ട്രഗിൾ, ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലേ, അവിടെ ആത്മഹത്യ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു. കാരണം ഇതിനൊക്കെ ഓവർകം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതൊക്കെ ഓവർകം ചെയ്ത് പോകുമ്പോൾ. നമ്മളെ കൊണ്ട് കഴിവില്ലാന്ന് ചിന്തിക്കുന്നതുകൊണ്ട് പ്രോബ്ലം വരുന്നത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഏരിയാസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നമ്മൾ തന്നെയുള്ള സൊല്യൂഷനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുള്ള പോസിബിലിറ്റിയാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. ഇനി ഏത് ഏരിയാസ് ഇപ്പോൾ സ്ട്രെസ്സാണ്, ഫിനാൻഷ്യലി സ്ട്രഗിളാണ്, അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ കുട്ടികളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ബാർ യൂസ്ഫുൾ ആണ്. ഇനി ഇത് പഠിച്ചെടുക്കേണ്ടാത്ത കുറേ ആൾക്കാരെ കുറിച്ചും കൂടെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളൊരു ക്വിക്ക് റിസൾട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഈ ആക്സസ് ബാർ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ആക്സസ് ബാർ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് വേണം, കൺസിസ്റ്റൻസി വേണം, അതുപോലെ തന്നെ പേഷ്യൻസ് വേണം. അതായത് ശരിക്കും പറഞ്ഞാൽ ആക്സസ് ബാർ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ കുറച്ചുകൊണ്ട് പോസിബിലിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരുവാണ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പോസിബിലിറ്റീസ്. ഇപ്പോൾ താങ്കൾക്ക് 1 കോടി രൂപ വേണം. ഓക്കെ, ഈ 1 കോടി രൂപ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോസിബിലിറ്റിയെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രം 1 കോടി രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ലോട്ടറി ടിക്കറ്റ് അടിക്കണേ അറ്റ്ലീസ്റ്റ് ടിക്കറ്റ് എടുക്കണം, അല്ലാണ്ട് അടിക്കോ ഇല്ല. ഇപ്പം നമ്മുടെ അടുത്ത് ഒരാൾ നമ്മളെ എല്ലാ കാര്യവും ചെയ്യുന്നു, അടുത്ത് വന്ന ഒരു ചേച്ചി എന്ന് പറയുന്നത് എടുക്കും മോനെ ടിക്കറ്റ് എടുക്കുന്ന പറഞ്ഞാൽ വേണ്ട ചേച്ചി എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഇല്ല. ക്ലിയർ ആയി. സോ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യും, വേറെ ഒരാൾക്കും ചെയ്തു തരാൻ പറ്റില്ല. സോ ആ പുതിയ പോസിബിലിറ്റീസ്, അതായത് നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പുതിയ ഡോർസ് ഓപ്പൺ ആവും, പോസിബിലിറ്റീസ് ഓപ്പൺ ആവും ഈ ആക്സസ് ബാറിലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാം. ക്വിക്ക് റിസൾട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതുപോലെ പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ 30 ദിവസം ചെയ്തോ അല്ലെങ്കിൽ 40 ദിവസം ചെയ്തുകൊണ്ട് എനിക്ക് മാസീവായിട്ടുള്ള പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സോറി, ഇത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ സിൻസിയറായിട്ട് ലൈഫ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു 1 ഇയർ 6 മന്ത്സ് 1 ഇയർ, അതായത് പലർക്കും ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ചിലർക്ക് ഫസ്റ്റ് ഡേ തൊട്ട് അവർക്ക് അവരുടെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഓക്കെ, പഠിച്ച് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ്, ഓക്കെ, അവിടെ നിന്ന് ഒരു എനർജി കിട്ടും. ഇപ്പം ഞങ്ങളൊരു ക്ലാസ്സിൽ വരുവാണെങ്കിൽ ആ ക്ലാസ് ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും, ഉറപ്പായിട്ട് നമുക്ക് എനർജി ഫ്ലോ ഫീൽ ചെയ്യും.
പിന്നെ നമ്മുടെ കയ്യിലാണ്, നമ്മൾ കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. അത് ചെയ്യാതെ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ട് മാത്രം അവിടെ ഒരു യൂസ് ഇല്ല. ശരി. സോ അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് യൂസ് ചെയ്യാം. നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയി ലൈഫ് ആക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഏരിയസിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്ക് റിസൾട്ടാണ് നോക്കുന്നതെങ്കിൽ സോറി. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു താങ്ക് യു സോ മച്ച്.